അങ്ങനെ ആദ്യമായി പെരുവഴിയിൽ ഓടിക്കൊണ്ടിരുന്ന വണ്ടി പെട്ടെന്ന് ഇപ്പോഴത്തെ മുഹൂർത്തം അനുസരിച്ച് ഇതൊരു 7 മണി. ഞാൻ ഇറങ്ങി എനിക്ക് കിട്ടിയ 8-ന്റെ കാടും മലയും താണ്ടി പെട്രോൾ പമ്പ് കണ്ടുപിടിച്ച് കുപ്പിയിൽ പെട്രോളും മേടിച്ച് ഞാൻ യാത്ര ചെയ്തു. ഇതെന്തുട്ടാ ഇപ്പൊ നടന്നിട്ട് എത്തണല്ലോ. കൊണ്ടിരുന്ന വണ്ടി നിന്നപ്പോ ഞാൻ കരുതി പെട്രോൾ തീർന്നിട്ടാണ്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതൊരു നഗ്നമായ സത്യം. ആദ്യമായിട്ടാണ് സ്വന്തം വണ്ടിക്ക് പെട്രോൾ മേടിക്കാൻ കുപ്പിയായിട്ട് നടക്കുന്ന വഴിക്ക് നല്ല സ്റ്റൈലിൽ ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നോട്ട് ചെയ്തു. പെട്രോൾ ഒഴിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. പിന്നെ ഞാൻ ആ സത്യം മനസ്സിലാക്കി പെട്രോളിന്റെ പ്രശ്നമല്ല, വണ്ടിയുടെ പ്രശ്നമായിരുന്നു. വഴിയിലായ വണ്ടി താൽക്കാലികമായി സേഫ് ആയിട്ട് ഉപേക്ഷിച്ച് ഞാൻ അവിടെ നിന്ന് പോകും. ഇതൊന്നും കറങ്ങിയിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അത് വിഷമം തീർക്കാൻ വേണ്ടി ഒരു ബേക്കറി അല്ലെങ്കിൽ തന്നെ വിഷമത്തിൽ ആദ്യം ഒരു പാഷൻ ഫ്രൂട്ട് ജ്യൂസ് എടുത്തു. വണ്ടിയുടെ പ്രശ്നം കൊണ്ട് പെട്രോൾ മേടിക്കാൻ ഇറങ്ങി എന്റെ വിഷമം എനിക്ക് മനസ്സിലായി. എന്നാ പിന്നെ ആ വിഷമം തീർക്കാൻ ഒരു ഷേക്ക് കൂടെ പറഞ്ഞു. പെട്രോൾ മേടിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഒന്നുകൂടെ നോക്കണ്ടായിരുന്നു പെട്രോൾ ഉണ്ടോ. ആ വിഷമം മാറ്റി അടുത്ത ഹോട്ടലിൽ കയറി അൽഫാമും പൊറോട്ട എടുത്തു. തീരെ വിശപ്പില്ല, എന്നാലും വിഷമം കൊണ്ടാണെന്ന് ഞാൻ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി. കുറച്ച് കഴിച്ച് തന്നെ വിഷമം ഇത്തിരിയെങ്കിലും അറിയാലോ. അൽഫാമിന് ടച്ചിങ്സ് ആയിട്ട് വന്ന പൊറോട്ട ആദ്യം ബീഫും കൂട്ടി കുറച്ച് കഴിച്ചു. പിന്നെ ഉണ്ടായ ഒരു പൊറോട്ട അൽഫാമും കൂട്ടി കഴിക്കാന്ന് വിചാരിച്ച് മാറ്റി വെച്ചു. ചിക്കൻ കാലിന്റെ ഒറിജിനൽ അൽഫാം കൂട്ടത്തിലൊരു ഡ്യൂസ് സോഡ. ഗ്രില്ലടിച്ചപ്പോൾ ഇത്തിരി കരിഞ്ഞിട്ടുണ്ട്. അതൊന്നും എനിക്കൊരു പ്രശ്നമായിരുന്നു. ഇതിലേക്ക് പോകാൻ യൂബറും ബുക്ക് ചെയ്ത് ഞാൻ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. യൂബറായിട്ട് സ്ഥലത്തെത്തി. ഇപ്പൊ വരാന്ന് പറഞ്ഞാണ് എന്റെ ഇരു. എന്നാലും എന്റെ വിഷമം അങ്ങോട്ട് മാറണം. എന്നാലും പോട്ടെ സാരില്ല എന്ന് പറഞ്ഞ് ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിച്ചു. അവസാനം ഉണ്ടായിരുന്ന സാലഡും പറക്കി തന്നെ ഞാൻ അവിടെ